നമസ്കാരം സ്വാമിജി. നമസ്തേ. നമസ്തേ സ്വാമിജി, ഈ ചർച്ചയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്ത്രസമുച്ചയം എന്നാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് 1516 നൂറ്റാണ്ടിലോ മറ്റോ ചേന്നാസ് നമ്പൂതിരിയാണത് എഴുതിയതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ തിരുത്തുക തന്നെ. ആ പുസ്തകത്തിന് എങ്ങനെയാണ് പ്രാമാണികത വന്നത്? ഇതൊരു വിഷയമാണ്. ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വൈദികമായ വിധിപ്രകാരം കർമ്മങ്ങൾ നടക്കുന്നു. ഇവിടെയൊക്കെ ആചാര്യന്മാരുണ്ട്. പക്ഷേ ഒരുതരം പാരമ്പര്യക്രമത്തിൽ മകൻ്റെ മകൻ എന്ന ക്രമത്തിൽ ആചാര്യസ്ഥാനം പിന്തുടരപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അറിയില്ല, ചില സ്ഥലത്തും കണ്ടുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ വ്യാപകമല്ല. ഇവിടെ അച്ഛൻ തന്ത്രി മകൻ തന്ത്രി എന്നുള്ള രീതിയിലാണ് ഇവിടെ പോകുന്നത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും അവർ ചെറുപ്പത്തിലെ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ആദരിക്കുന്നു, സ്വീകരിക്കുന്നു. അല്ലാത്തൊരാൾ, തന്ത്രം എന്താണെന്ന് പോലും അറിയാത്ത ആൾ എൻ്റെ അച്ഛൻ തന്ത്രിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനും തന്ത്രിയാവുന്നു എന്ന് വരുന്നത് വളരെ ക്ലിഷ്ടമാണ്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ തന്ത്രസമുച്ചയം എങ്ങനെ സർവരാലും സ്വീകരിക്കപ്പെട്ടു എനിക്കറിയില്ല. അതിൻ്റെ പിന്നിൽ രാജശാസനം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം. എന്തായാലും 6 നൂറ്റാണ്ടിനുള്ളിലേ ആയിട്ടുള്ളൂ തന്ത്രസമുച്ചയം രചിക്കപ്പെട്ടിട്ട്. 5.5 നൂറ്റാണ്ടിലധികം ആയിട്ടില്ല. അതിൻ്റെ മുകളിലാണ് പിന്നീട് വ്യാഖ്യാനങ്ങൾ വന്നതും പൊടയൂർ ഭാഷയും മറ്റും വിപുലമായി ഈ കുഴിക്കാട്ട് പച്ച എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വ്യാഖ്യാന രൂപമായിട്ട് വന്നത്. അത് കേരളത്തിൽ എന്തായാലും വ്യാപിച്ചു. എങ്ങനെ വ്യാപിച്ചു അറിയില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കണത് എനിക്കറിയില്ല. കാരണം ഒരു ഏകീകൃത സ്വഭാവം ക്ഷേത്രങ്ങളുടെ പൂജയ്ക്ക് ആവശ്യമുണ്ടെന്നുള്ള ഒരു സ്ഥിതി അക്കാലത്തുണ്ടായിരിക്കാം. നമ്മളിപ്പോഴും പലതിനെയും ഏകീകരിക്കണം എന്ന് പലരും പറയുന്ന കേൾക്കാറുണ്ട്. ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ ഒരുപോലെയാവണം, അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ ഒരുപോലെയാവണം, സമുദായ ഭേദം അതിലുണ്ടാവരുത് എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളുടെ പൂജയ്ക്ക് ഒരു ഏകീകൃത ഭാവം വേണമെന്നൊരാവശ്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ സമയത്തായിരിക്കാം ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും രാജശാസനം അതിന് പിറകിലുണ്ടാവും. രാജശാസനം ഉണ്ടെങ്കിൽ അത് പരക്കെ അംഗീകരിക്കപ്പെടും. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ആ തന്ത്രസമുച്ചയം ഉപകാരപ്രദമാണോ? എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നാണോ? അതോ അതിൽ തന്നെ പ്രശ്നങ്ങളുണ്ടോ? തന്ത്രസമുച്ചയം ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ മുഴുവൻ പഠിച്ചിട്ടില്ല. നമ്മുടെ മേഖല അതല്ല, മുഴുവൻ പഠിച്ചിട്ടില്ല. പക്ഷേ അതിൽ ന്യൂനതകൾ കണ്ടേക്കാം, അറിയില്ല. പക്ഷെ അത് ഗുണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സാത്വിക വിധാനത്തിൽ നടക്കേണ്ടുന്നതായ അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളിൽ നടക്കേണ്ടുന്നതായ സകല വിധാനങ്ങളെയും അതിൽ നമുക്ക് തന്നിരിക്കുകയാണ്. അത് വേണ്ടതുപോലെ പഠിക്കാനും പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ നിലനിന്നാൽ മതി. ആ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ ധാരാളം പേര് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ആ മേഖലയിൽ പോകുന്നവർ. അതുകൊണ്ട് എന്താണ് വേദത്തിന് വിരുദ്ധമായിട്ടൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. വ്യാഖ്യാനങ്ങളിൽ വന്നേക്കാം, മൂലത്തിലുണ്ടോയെന്ന് അറിയില്ല. കാരണം ഞാൻ അടിസ്ഥാനപരമായി മുഴുവൻ പഠിച്ചിട്ടില്ല തന്ത്രസമുച്ചയം. പക്ഷേ ഇതിന് വടക്കേന്ത്യൻ രീതികളുമായിട്ടൊന്നും ബന്ധമില്ല. ഒരു ബന്ധമില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആകെ ഇതിൽ സാമ്യമുള്ളത് ഒറ്റ വിഷയമാണ്. വേദത്തിലെ മന്ത്രങ്ങൾ ഇന്നിന്ന കർമ്മങ്ങൾക്ക് വിനിയോഗിക്കണം എന്ന് പറയുന്നിടത്ത് പറയപ്പെടുന്ന വേദമന്ത്രങ്ങൾ പൊതുവാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അതിൽ കവിഞ്ഞ് ക്രിയകൾ, മുദ്രകൾ, ഈ ആചരണ ഭാഗങ്ങൾ മുഴുവൻ ഇത് കേരളീയമാണ്. അപ്പോൾ അതാര് വികസിപ്പിച്ചെടുത്തു? അത് ക്രമേണ വന്നതായിരിക്കും. കാരണം അനേക ഗുരുപരമ്പരകളിലൂടെ പ്രചരിച്ചു വന്ന ഒരു വിധാനം, അതിൽ നിന്ന് നല്ല അംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അക്കാലത്ത് അദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നിയ അംശങ്ങളെ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം അത് രചിച്ചിട്ടുണ്ടാവുക. അതൊരു മൂലകൃതിയല്ല, അതുറപ്പാണ്. പക്ഷേ എങ്കിലും ഒരു 4-5 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് പിന്നിൽ വലിയ പാരമ്പര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഉപദേശക്രമത്തിൽ ഗുരു ശിഷ്യ പ്രശിഷ്യ രീതിയിലൂടെ മുന്നോട്ട് വരുന്നതായ സംവിധാനം, അതിൽ നിന്ന് ഉൾക്കൊണ്ട അറിവുകൾ, അതിനെ പിന്നീട് ക്രോഡീകരിച്ച് ഗ്രന്ഥാകാരത്തിലാക്കുമ്പോൾ ഈ ഗ്രന്ഥമെഴുതിയ സംവത്സരമല്ല ആ സമ്പ്രദായങ്ങളുടെ സംവത്സരം. അത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോകും.